ഹലോ എവരി വൺ, ദിസ് ഇസ് ഡേ 2 ഓഫ് ടൂർ സീരീസ്. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വയനാട് പോയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അതായത് വയനാട് ചുരം കയറുമ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വയനാട് അടിവാരം വരെയുള്ള വീഡിയോസ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് ചുരം കയറുന്ന വീഡിയോ ആണ് കേട്ടോ. ആക്ച്വലി അത്രയ്ക്കും ബ്യൂട്ടിഫുള്ളാണ് ഈ ഒരു ചുരം കയറുന്ന വ്യൂസ് എന്ന് പറയുന്നത്. ഞാനിതിൻ്റെ കുറേ ക്ലിപ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നോക്കിയിട്ട് ഞാൻ കുറച്ച് ക്ലിപ്സ് മാത്രമേ ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ പ്ലേസസ് ആണ്. അവിടെ നിന്ന് അങ്ങ് ദൂരോട്ടുള്ള വ്യൂസ് കാണാനാണ് അത്രയ്ക്ക് ഭംഗി. ആൻഡ് നമ്മളിത് കുറേ നേരം നോക്കിയിരുന്നു. പിന്നെ ഈ ചുരം കയറുമ്പോൾ വൊമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാവും. അതുകൊണ്ട് പിന്നെ ഞാൻ കുറച്ച് വീഡിയോസ് എടുത്തിട്ട് പിന്നെ ഓഫ് ചെയ്ത് വെച്ചു കേട്ടോ. കാരണം കുറേ നേരം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, നമുക്ക് ആ ഒരു വൊമിറ്റിംഗ് ടെൻഡൻസി വരും. ഇതാണ് ചങ്ങലമരം. അവിടുത്തെ ഒരു ചെറിയൊരു ടെമ്പിളാണ്. ആക്ച്വലി ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് മാറിയെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അവിടുത്തെ വീഡിയോ ആണ് ഈ കാണുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ടെമ്പിളിൽ നിന്ന് തൊഴുതതിന് ശേഷം അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു അഡ്വെഞ്ചർ പാർക്കാണ്, ഒരു തീം പാർക്ക് പോലെ ഒരു അഡ്വെഞ്ചർ പാർക്കാണ്. അപ്പോൾ അവിടുത്തെ ടെമ്പിളിൻ്റെ കുറേ വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു സ്ഥലമാണ്, കാണാൻ തന്നെ നല്ലൊരു ഏരിയ പോലെ എനിക്ക് തോന്നി. ആൻഡ് അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു തീം പാർക്കായിരുന്നു. ആൻഡ് അതിൻ്റെ ചെറിയൊരു ക്ലിപ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് അവിടെ നിന്ന് വീണ്ടും ബസ്സിലിരുന്ന് നമ്മൾ റൂം എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇത് റൂം എടുത്ത് അടുത്ത ദിവസം രാവിലെയുള്ള കാഴ്ചകളാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. കാരണം നമ്മൾ റൂം എടുത്തതിൻ്റെ അന്നുള്ള വീഡിയോസ് എനിക്ക് എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആക്ച്വലി നല്ല ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള റൂമായിരുന്നു. ടി വിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ അന്ന് നൈറ്റ് ഫുള്ള് നന്നായിട്ട് ചില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു കേട്ടോ അവിടുത്തെ വ്യൂസും കാര്യങ്ങളൊക്കെ. കാരണം ഫുള്ള് ഇങ്ങനെ നല്ല തണുപ്പുണ്ടായിരുന്നു. അത്ര തണുപ്പില്ല, എന്നാലും കിടക്കാൻ പറ്റിയ അത്രയും തണുപ്പുണ്ടായിരുന്നു. ആൻഡ് നല്ലൊരു ക്ലൈമറ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈ കാണുന്നത് വയനാട് ദുരന്തം നടന്നവർക്ക് വച്ചു കൊടുത്ത വീടാണ് കേട്ടോ. ആക്ച്വലി ഒരു ടൂറിസ്റ്റ് പ്ലേസ് ഒന്നുമല്ല, ബട്ട് സ്റ്റിൽ നമ്മൾ അവിടെ ഒന്ന് കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. എല്ലാ വീടുകളും ഏകദേശം ഒരേപോലെ നല്ല ഭംഗിയിലായിരുന്നു വച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു കേട്ടോ വീട്. എല്ലാ വീടും ഒരേ കണക്കിനുണ്ടായിരുന്നു. അതുപോലെ തന്നെ നല്ല ഭംഗിയുണ്ട്, കളേഴ്സും കാര്യങ്ങളൊക്കെ, പെയിൻറ്റും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ആൻഡ് അവിടെയുള്ള ആളുകളൊക്കെ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു, എന്താണ് സംഭവം എന്ന് ഒക്കെ, എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു, ഇതെന്താണെന്നൊക്കെ. പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറേ ദൂരം നടന്ന് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം കുറേ വീടുകളുണ്ടായിരുന്നു ഇഷ്ടം പോലെ. ഇനിയും പണി തീർന്നിട്ടില്ല, ഇനിയും വീടുകൾ വച്ചുകൊണ്ടിരിക്കുകയാണ്, ഇനിയും വയ്ക്കാൻ കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറേ നടന്ന് കുറേ കണ്ടിട്ടുണ്ടായിരുന്നു. കാരണം നല്ലോണം ഇഷ്ടപ്പെട്ടു കേട്ടോ. അവിടുത്തെ ഏരിയയും കാര്യങ്ങളൊക്കെ നല്ലോണം ഇഷ്ടപ്പെട്ടു. കാരണം എല്ലാ വീടും ഒരേപോലെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നല്ല സ്പേഷ്യസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ എടയ്ക്കൽ കേവ്സിൽ പോയി. ഈ കാണുന്ന ക്ലിപ്സ് എടയ്ക്കൽ കേവ്സിലുള്ളതാണ് കേട്ടോ. അങ്ങോട്ട് പോയിട്ടുള്ള വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പോയി കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഓർത്തത്. അപ്പോൾ ഇതാണ് എടയ്ക്കൽ കേവ്സ്. എൻ്റെ അമ്മൂമ്മ വരെ കേവിൽ കയറിയിട്ടുണ്ടായിരുന്നു. ആക്ച്വലി നല്ലൊരു അഡ്വെഞ്ചർ ട്രിപ്പ് പോലെ പോകാൻ പറ്റിയൊരു സ്ഥലമാണ് എടയ്ക്കൽ കേവ്. പക്ഷെ ഭയങ്കര കുത്തനെയുള്ള ഏരിയയാണ്, അതാണ് പ്രശ്നം. കുത്തനെയുള്ള ഹിൽസ് കയറി പോകണം. ബട്ട് സ്റ്റിൽ അത് പോകുമ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. നമ്മളെല്ലാവരും മത്സരം വെച്ച് കയറിയിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയായിരുന്നു സ്ഥലങ്ങളെല്ലാം കാണാനും കാര്യങ്ങളൊക്കെ. പിന്നെ കുറേ കുരങ്ങന്മാരൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് സൂക്ഷിക്കണം. അല്ലാതെ നമ്മൾ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കയ്യിൽ കുറച്ച് സ്നാക്സും വാട്ടറും ഒക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. കാരണം ഇടയിലൊന്നും, അതായത് കുറച്ച് ഗ്യാപ്പ് വിട്ടാണ് കടകളൊക്കെ ഉള്ളത്. സോ നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്ത് നിന്ന് പയ്യായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഇറങ്ങി വരാൻ നമുക്ക് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. പക്ഷേ കാല് മുട്ടൊക്കെ നല്ല വേദനയായിരിക്കും. കാരണം കയറിയിട്ടുണ്ടായിരുന്ന ആ കയറ്റം അങ്ങനെയാണ്. അതായത് ഇവിടെ നിന്ന് കയറുന്ന പ്രശ്നം എന്ന് പറയുന്നത് വേറെയാണ്, ബട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് അതേ അളവിന് വേറെ പ്രശ്നങ്ങൾ കാണും. അങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ നമ്മൾ
എല്ലാവരും നല്ല മത്സരം വെച്ച് കയറി. ബട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. എന്താണ് അവിടെ കയറിയിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ ഇത്. അവിടെ നിന്ന് നമ്മൾ ടിക്കറ്റ് പാസ്സൊക്കെ എടുക്കണം. പിന്നെ വാട്ടറും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് വാങ്ങണം. ആൻഡ് വെള്ളമാണെങ്കിൽ നമ്മൾ അവിടെ നിന്ന് വാങ്ങണം. കാരണം ഉള്ളിലോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കേവാണ്. സോ അതിനുള്ളിലോട്ട് പിന്നെ ഇനി എന്താണ് കടകളൊന്നും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ അവിടെ നിന്ന് വെള്ളമൊക്കെ വാങ്ങിച്ചു കേട്ടോ. അവിടെ നിന്ന് ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് വെള്ളം തരും. സോ നമ്മൾ കുപ്പി തിരിച്ച് കൊടുക്കുമ്പോൾ അവർ 20 രൂപ തിരിച്ച് തരും. അങ്ങനെ എന്തോ പോളിസി ആയിരുന്നു. ആക്ച്വലി നല്ലൊരു ട്രിപ്പാണ്. എന്താണ് എടക്കൽ കേവ് എന്ന് പറയുന്നത്. ഇതൊക്കെ ചെറിയ ചെറിയ സ്റ്റെപ്സ് ആയിട്ടേ ഫീൽ ചെയ്യുള്ളൂ. ബട്ട് മേളിലോട്ട് പോകുന്തോറും സ്റ്റെപ്സ് പോലും ഇല്ല ഗൈസ്. ഇതേപോലെ കയറി വരണം. അതായത് ആ ഗുഹയുടെ കല്ലിൻ്റെ ഇടയെന്നൊക്കെ നമുക്ക് കയറി വരേണ്ടി വരും. നല്ല ഭംഗിയാണ്, കാണാനും നല്ല ഭംഗിയാണ്. ബട്ട് ആ ഒരു കയറി വരുന്ന ഫീലും വേറെ ലെവലാണ്. പിന്നെ ഇത് കയറിയിട്ടുള്ള വ്യൂസാണ് കേട്ടോ. കയറുമ്പോൾ ഞാൻ ഫോൺ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം അത്രയ്ക്ക് ഡേഞ്ചറാണ് കയറുമ്പോൾ ഫോണ് പിടിച്ചുകൊണ്ട് കയറാമെന്ന് പറയുന്നത്. ഇത് ഉള്ളിലുള്ള സീൻസാണ് കേട്ടോ. ഈ കേവിനുള്ളിൽ എന്താണ് പണ്ടുള്ള ആൾക്കാർ കൊത്തി വെച്ച എന്തൊക്കെയോ ഡ്രോയിങ്സാണ്. അതിനെപ്പറ്റി എന്തൊക്കെയോ അവിടെ പറയുന്നുണ്ടായിരുന്നു. ഞാനിപ്പോൾ അത് ഓർക്കുന്നില്ല. അത് എന്തോ പുരാതന വസ്തു ലൈക്ക് സാധനമാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ വീഡിയോ ക്യാപ്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഉള്ളിലാണ് എടക്കൽ കേവ്. ഉള്ളിൽ 2 കല്ലുകൾ ഇങ്ങനെ മുട്ടി നിൽക്കുന്നതാണ്. അതാണ് എടക്കൽ. അതായത് 2 കല്ലിങ്ങനെ ഇടയിൽ ഇങ്ങനെ ഒരു കല്ല് നിൽക്കുക. അതാണ് ആ ഒരു സംഭവം. ആക്ച്വലി അത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. നമ്മളവിടെ കളിച്ച് ചിരിച്ച് നിന്നുകൊണ്ട് ഞാൻ അതൊന്നും വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് എടുത്ത ക്ലിപ്സൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പകുതി ദൂരം വരാൻ നമുക്ക് എളുപ്പമാണ്. കാരണം അവിടെ നിന്ന് ഫുള്ള് സ്റ്റെപ്സാണ്. ഈ കാണുന്നത് ഡാമാണ് കേട്ടോ. വയനാട്ടിലുള്ള ഡാമാണ്. ആക്ച്വലി അതൊരു നല്ലൊരു ഡാമാണ്. നമുക്ക് കാണാൻ പറ്റിയ ഒരു ഡാം തന്നെയാണ്. എന്താണ് അവിടെ കുറേ ആക്ടിവിറ്റീസ്, അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ സിപ്പ് ലൈൻ, അതുപോലെ തന്നെ വലിയൊരു സ്വിങ്, അതുപോലെ തന്നെ റോളർ കോസ്റ്റേഴ്സ് പോലെയുള്ള കൊളംബസ് പോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ക്ലിപ്സ് ഞാനതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇതാണ്, കുറച്ച് ദൂരം നടക്കാനുണ്ട് ഡാം. അപ്പോൾ എല്ലായിട സ്ഥലവും മിക്കതും ഇങ്ങനെ നടക്കുന്നതാണ്. കൂടുതലിങ്ങനെ നടന്ന് പോകുന്നത് പോലത്തെ സ്ഥലങ്ങളാണ്. അപ്പോൾ ഇതാണ് ആ ഡാമിൻ്റെ അകത്തോട്ടുള്ള വ്യൂസ് കേട്ടോ. അകത്തൊക്കെ ഇങ്ങനെയാണ്, നല്ല പച്ചയെന്ന് ഇരിക്കുന്ന സ്ഥലങ്ങളാണ്. നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ ഇത് കണ്ടിരിക്കാൻ പറ്റാതെ മീൻസ് അവിടെ നിന്ന് റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റിയ അങ്ങനത്തെ ഒരു സ്ഥലമാണ് കേട്ടോ. അല്ലാണ്ട് അവിടെ പ്രത്യേകിച്ച് കാര്യങ്ങളോ ഒന്നുമില്ല. ബട്ട് കണ്ട് ജസ്റ്റ് ചില്ല് ചെയ്തിരിക്കാൻ പറ്റിയ സ്ഥലമാണ്. പിന്നെ ഇവിടെ ഒരു മരം കണക്കിനൊരു സ്ലൈഡ് ഉണ്ടായിരുന്നു. സോ അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. മരം കണക്കിലുള്ള ഒരു സ്ലൈഡ്. ആക്ച്വലി ഇതിൻ്റെ വീഡിയോസ് ഞാൻ എങ്ങനെയാണ് എടുത്തതെന്ന് ഞാൻ തന്നെ ഓർക്കുന്നില്ല. ഇതായിരുന്നു ആ സ്ലൈഡ് കേട്ടോ. അവിടെ നിന്ന് ഇങ്ങനെ ചറുകി വരണം. അവിടെ താഴെ ഫുള്ള് ചെളിയായിരുന്നു. അതുകൊണ്ട് നമ്മളവിടെ സൂക്ഷിച്ചാണ് ചറുകിയത്. അപ്പോൾ അവിടെയൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. സോ വൺ ടൈമൊക്കെ നിങ്ങൾ അവിടെ പോയി നോക്കുക. എനിക്ക് വയനാട് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എടക്കൽ കേവാണ്. സോ വൺസെങ്കിലും അവിടെ പോയി വിസിറ്റ് ചെയ്യുക. സോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ. അടുത്ത പാട്ടിൽ കാണാം.